എല്ലാവർക്കും നമസ്കാരം. മഹാകവി കുമാരനാശാൻ്റെ ചണ്ഡാലഭിക്ഷുകി എന്ന കവിതയിലെ 4-ാം ഭാഗം ആലപിക്കുന്നു കുമാരി ചന്ദ്രനന്ദന VS. ഭിക്ഷുണീ മന്ദിരം തന്നിൽ ബുദ്ധശിക്ഷിതവാണു മാതംഗി ഭൂഷണമൊക്കെ വെടിഞ്ഞു ബാലതോഷിച്ചു കൂന്തലരിഞ്ഞു. ശേഷം ശ്രമണിമാരേലും ശുദ്ധവേഷം ശരിയായണിഞ്ഞു. അഷ്ടാംഗമാം ധർമ്മമാർഗം ബാലകഷ്ടതയെന്നീ ധരിച്ചു. പാവന മൈത്രി മുതലാം ചിത്തഭാവന മൂന്നും ശീലിച്ചു. ആനന്ദ നിർവാണം പെയ്യും കാമധേനുവാം ധ്യാനം ഗ്രഹിച്ചു. നിർമ്മലശീലമാരാകും അന്യധർമ്മ ഭഗിനിമാരൊപ്പം സമ്മോദം സ്നാനാശനാദികളിൽ ചിമ്മയിണങ്ങി രമിച്ചു. കൃത്യങ്ങൾ കാലം തെറ്റാതെ അവൾ പ്രത്യഹം ചെയ്യും മാഴ്കാതെ നേരത്തേറ്റു നിയമം കഴിഞ്ഞാരാമം പോകും കൃശാംഗി. സനിഗ്ധശിലകൾ പടുത്തു പരിമുഗ്ധമാം കൽപ്പടയാർന്നു. താമര പൂത്തു മണം വീശുന്നല്ലോമൽ നീരേലും കുളത്തിൽ. കയ്യിൽ ചെറുകുടം താങ്ങി മറ്റു തയ്യൽമാരോടൊത്തിറങ്ങി. കോരും ജലമവൾ പോയി ചെന്നു ചാരുമഹിളാലയത്തിൻ. മുറ്റത്തെഴുന്ന പൂവല്ലി നിറമുറ്റും രസത്തിൽ നനയ്ക്കും. പാവനശീലയാൾ പിന്നെ ദന്തധാവനം ചെയ്തു നീരാടും. ചായം പിഴിഞ്ഞ വസനം തല്ലിക്കായാനിട്ടന്യമണിയും. വായ്ക്കും കുതൂഹലമാർന്നു നല്ല പൂക്കളിറുത്തവൾ ചെന്നു. ശ്ലാഘ്യരാം ധർമ്മമാതാക്കൾ തൻ്റെ കാൽക്കൽ വെച്ചമ്പിൽ വണങ്ങും. ശ്രദ്ധയാർന്നങ്ങിരുന്നോരോ ധർമ്മതത്വങ്ങൾ ബാല ശ്രവിക്കും. മധ്യാഹ്നമായാൽ വിളമ്പിടുന്നൽ ശുദ്ധമാം ഭിക്ഷയശിക്കും. ഇങ്ങനെ കാലം നയിച്ചു സ്നേഹം തിങ്ങുമാ ധർമാലയത്തിൽ. ഏകാന്ത സൗഖ്യമായി ബാല ഏതോ ലോകാന്തരമാർന്ന പോലെ അമ്മന്ദിരത്തിൽ വസിക്കും പല മേന്മയെഴും രാജ്ഞിമാർക്കും. ബ്രാഹ്മണ ഭിക്ഷുണിമാർക്കും വൈശ്യമാൻമിഴിമാർക്കുമല്ലാർക്കും കൂറും ബഹുമതി താനും ദിനം തോറും അവളിൽ വളർന്നു. ഏറും ഗുണം കണ്ടവൾ മേൽ പ്രീതിയേറി ഭഗവാനും മേന്മേൽ. ഹാ കാമ്യമാമീ നഭസ്സിൽ ഒരു കാർകൊണ്ടൽ വന്നു കേറുന്നു. ലോകമേ നെഞ്ചഠരത്തിൽ ഇല്ല ഏകാന്തതയൊരിടത്തിൽ. അന്തികത്തൻ നഗരത്തിൽ ഈ നല്ലന്തരത്തിൽ തരം നോക്കി അന്തണരിൽ ചില പേരെ ഈർഷ്യഹന്ത തൻ കോമരമാക്കി. നിർണയം കാലം മറിഞ്ഞു
വരവർണിനി ധർമ്മ മഠത്തിൽ മുണ്ഡനം ചെയ്കയാലിന്നു ശുദ്ധ ചണ്ഡാലി കേറി സമത്തിൽ. താണ ചെറുമിയൊന്നിച്ചായി അവർ കൂണുമിരിപ്പും കിടപ്പും കാണികൂസാതായി വെപ്പും ശാസ്ത്രവാണിയും നാട്ടിൽ നടപ്പും. പാരിൽ യജ്ഞങ്ങളില്ലാതായി ദേവർക്കാരാധനകളില്ലാതായി ആരും പഠിക്കാതെയായി വേദം പോരെങ്കിൽ ജാതിയും പോയി. ഇങ്ങനെയൊക്കെയുരച്ചും അതിൽ തങ്ങും വിപത്തു വർണ്ണിച്ചും അഗ്രഹാരം തോറുമെത്തി അവർ വ്യഗ്രരായി വാർത്ത പരത്തി. ക്ഷത്രിയ ഗേഹത്തിൽ ചെന്നു കാര്യമത്രയും കേൾപ്പിച്ചു നിന്നു. ചെട്ടിമാരെ ചെന്നിളക്കി വാർത്ത പട്ടണമെങ്ങും മുഴക്കി. എന്തിനു വിസ്തരിക്കുന്നു ജനമെന്തെന്നില്ലാതെയുഴന്നു. പെട്ടെന്ന മാത്യരറിഞ്ഞു കഥ കൊട്ടാരമെത്തിക്കഴിഞ്ഞു. വാദമായി മന്ത്രിസഭയിൽ കാര്യം ഖേദമായി മന്നവനുള്ളിൽ. ധന്യൻ പ്രസേനജിത്തെന്നു പുകൾ മഞ്ഞിലേഴും ബുദ്ധഭക്തൻ. കൽപ്പിച്ചിതോർത്തനൃപാലൻ പിന്നെ സ്വപ്രജാരഞ്ജനലോലൻ. സംഘാരാമത്തിൽ ഭഗവൽ പദപങ്കജത്തിൽ തന്നെയെത്തി. ശങ്കയുണർത്താമതല്ലാതുണ്ടോ സങ്കടത്തിനു നിവൃത്തി. സർവജ്ഞനല്ലോ ഭഗവാൻ ധർമ്മം നിർവചിക്കേണ്ടതങ്ങല്ലോ. പിന്നെ തിരുവിഹാരത്തിൽ ദൂതരം നിശ്ചയം ചെന്നുണർത്തി. വേഴ്ചയിൽ സമ്മതം വാങ്ങി കൂടിക്കാഴ്ചയ്ക്കെല്ലാരും ഒരുങ്ങി. പിറ്റേന്നപരാഹ്നമായി വിണ്ണ് പറ്റിപ്പടിഞ്ഞാറു നിന്നു. മഞ്ഞിൽ മലീന മുഖത്തിൽ നിത്യം പൊന്നിൻ പൊടി പൂശും ദേവൻ. ദൂരെ കിഴക്കേ നിരത്തിൽ ഉടൻ തേരൊലി കേട്ടു തുടങ്ങി. മങ്ങും ദിനജ്വാലമേലെ പൊടി പൊങ്ങിവാനിൽ പുക പോലെ. ഓരോ വഴിയായി ഞെരുങ്ങി ജനം ആരാമദ്വാരത്തിൽ തിങ്ങി. ഉൽക്ഷിപ്ത ഖഡ്ഗം തിളങ്ങും അംഗരക്ഷകർ സാധീഭടന്മാർ. തൽക്ഷണം വാതുക്കലെത്തി മാർഗവിക്ഷോഭം മെല്ലെ ഒതുക്കി. സംഘാരാമത്തിൽ വളർന്ന വൃക്ഷസംഘത്തിൻ ഛായാഗണങ്ങൾ. ഇത്തുമതിഥി ജനത്തെ സ്വയം പ്രത്യുദ്ഗമിക്കുന്ന പോലെ. ദൂർവാഭിരാമച്ഛവിയിൽ നീണ്ടു പൂർവമുഖങ്ങളായി നിന്നു. ഉള്ളിലത്തെ നടക്കാവിൽ കാറ്റിൽ തുള്ളും മരങ്ങൾ നടുവിൽ. കോമളമായി മേൽ കുറുക്കെ ചേർത്ത ചേമന്തി പൂന്തോരണത്തെ. ചാലവേ ചാഞ്ഞെഴും അർക്കരശ്മിമാല ബഹുലീകരിച്ചു. ഒപ്പമായി തല്ലി മിനുക്കിയെങ്ങും നൽപ്പനി നീരാൽ നനച്ചു. പുഷ്പദലകൃതമാം
മംഗലശില്പമാർന്നോരാ വഴിയെ ആനന്ദഭിക്ഷുവുദാരൻ ശിഷ്യസാനുഗനായ തീരേൽപ്പാൻ ചെങ്ങുടൻ ദ്വാതുക്കൽ നിന്നു നൃപസ്യന്തനവും വന്നണഞ്ഞു. അന്യോന്യമാചാരം ചെയ്തു പിന്നെ മന്നവൻ തേർവിട്ടിറങ്ങി. പുക്കിതു പുണ്യാരാമത്തിൽ പൗരമുഖ്യ സജീവസമേതൻ ജോഷം നടന്നു നരേന്ദ്രൻ മിതഭൂഷൺ മിതപരിവാരൻ. പാടി നടന്നീതൊളിവിൽ മാവിൻ വാടിയിൽ പൂങ്കുയിൽ വൃന്ദം മഞ്ഞക്കിളി മിന്നൽ പോലെ ഞാവൽ കുഞ്ചങ്ങളുള്ളിൽ പറന്നു. പാലമേൽ പാതികരേറി അണ്ണാൻ വാലുയർത്തി തെല്ലിരുന്നു. കൂടെ കൂടെ തിരുമേനി തിരിഞ്ഞോടിച്ചു കണ്ണിതിലെല്ലാം. ഉള്ളിൽ തൈമാതളത്തോപ്പിൽ തൊണ്ടുവില്ലും ഫലങ്ങളിൽ നിന്നും മാണിക്യഖണ്ഡങ്ങൾ കൊത്തിത്തിന്നൊട്ടീണം കലർന്ന സുഖങ്ങൾ. ബുദ്ധം ശരണം ഗച്ഛാമി ബുദ്ധധർമ്മം ശരണം ഗച്ഛാമി സംഘം ശരണം ഗച്ഛാമി എന്ന സങ്കേതം പാടിപ്പറന്നു. കവിതയുടെ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ. കവിത കണ്ട എല്ലാവർക്കും നന്ദി.